നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് അവർ നിങ്ങളെക്കുറിച്ച് കറൻറ്റ്ലി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ്സ്, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ, ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ്? സ്നേഹമാണോ, ദേഷ്യമാണോ, അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻസ് എന്തായിരിക്കും? അവരുടെ ഉള്ളിൽ എന്താണ് നിങ്ങളോടുള്ള ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? ഇതിനെല്ലാം കണക്ട് ചെയ്തുള്ള റീഡിങ്സാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏത് പേഴ്സണെ ആണോ ഇപ്പോഴത്തെ ഈ ഒരു റീഡിങ്സിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്, ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കാൻ. ജനറൽ റീഡിങ്സ് ആണ്. ഈ റീഡിങ്സ് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് കാണുന്നു, എത്രത്തോളം ഇതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതിലേക്ക് നിങ്ങളുടെ എനർജി എത്രത്തോളം കൊടുക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഈ റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ. അതല്ലാതെ വെറുതെ റീഡിങ്സ് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ മനസ്സിൽ ഏത് വ്യക്തിനെയാണോ കണക്ട് ചെയ്യേണ്ട ആ പേഴ്സണെ വിചാരിക്കുക, റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണം. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി എന്താണ് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വ്യക്തത വേണം. നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ കറൻറ്റ്ലി സംഭവിക്കുന്നത്, ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നത്, അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയോട് കൂടി ഒരു നല്ല ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നല്ലൊരു ഗൈഡൻസ്, നല്ലൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ വേൾഡ് ഗാർഡിൻ്റെ എനർജിയാണ്. കാരണം നിങ്ങളെ അവരുടെ ലോകമായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ, അതായത് അവർക്ക് എപ്പോഴും കെയർ ചെയ്യാൻ, അവർ വളരെയധികം പ്രഷ്യസ് ആയിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസൻസ് നിങ്ങളുടേത് തന്നെയാണ്. അതായത് നഷ്ടപ്പെടുത്താനും അവർ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ളവർക്ക് അതിൽ ഇടപെടാതിരിക്കാൻ, മറ്റുള്ളവർ അതിലേക്ക് ഇടപെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. വളരെ സ്പെഷ്യലായിട്ട് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ, അതായത് ഒരു ഹൈഡ് എനർജിയിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി വൈബാണ് നിങ്ങളോട് അവർക്കുള്ളത്. അതായത് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ഒരു സ്പെഷ്യൽ പാർട്ട് തന്നെയായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളാണ് അവരുടെ ലോകം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് നല്ലതും ചീത്തയും ശരിയും തെറ്റുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം നിന്ന സമയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ടീച്ചറായിട്ട്, ഒരു മദർഹുഡ് എനർജി ആയിട്ട്, ഒരു ഫാദർ എനർജി ആയിട്ട് നല്ലൊരു ഗാർഡിയൻ പ്രസൻസ് നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അവർക്ക് ക്ലാരിറ്റി ഇല്ലാതെ പോയ പല കാര്യങ്ങളും നിങ്ങളോടൊപ്പം സഞ്ചരിച്ച സമയങ്ങളിൽ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും, അവർ പല കാര്യങ്ങളും മനസ്സിലാക്കിയത് ആ സമയം മുതലാണ് എന്നുള്ളതും എല്ലാം അവർക്ക് ക്ലിയറായിട്ട് അവരുടെ ചിന്തകളിലുണ്ട്. ശരിക്കും നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ എവിടേക്കോ സംഭവിച്ചു പോയ ഏതൊക്കെയോ തെറ്റുകൾ, മിസ്റ്റേക്കുകളെ എല്ലാം തിരുത്താൻ സാധിച്ച ഒരു എനർജി ആയിട്ടും, നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നത് അവരുടെ ജീവിതത്തെ മാത്രമല്ല, അവരുടെ പേഴ്സണാലിറ്റിയെയും അവരിലെ ചില ക്യാരക്ടർ വേണ്ടാത്ത, അതായത് മറ്റുള്ള സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എല്ലാ ശരികളെയും കാണിച്ചു കൊടുക്കില്ല, തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാകും. പക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അവരിലുള്ള പല മോശം വശങ്ങളെയും അവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചതായിട്ടും, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അവരുടെ ജീവിതത്തിൽ ഒരുപാട്, അവരുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ചേഞ്ചിങ്, ശരിക്കും ചിന്തിച്ച് സക്സസ് എനർജിയെക്കുറിച്ച് പോലും അവർ ചിന്തിച്ച് തുടങ്ങിയതും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതുമെല്ലാം നിങ്ങളുടെ പ്രസൻസിലൂടെ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ഒരു ലോകം, പുതിയൊരു ലോകം നിങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ അവരൊരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഇമോഷൻസിനെ അവർ സൂക്ഷിച്ച് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹൈഡ് ചെയ്യുക എന്നത് ഉദ്ദേശിക്കുന്നത്
മറ്റുള്ളവരിതിലേക്ക് വരാതെ പോകാൻ, അതായത് നിങ്ങളുടെ ബന്ധം, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഒരിക്കലും എടുത്തു മാറ്റപ്പെടാതിരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അവർ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളെ ഒരു പ്രഷ്യസ് എനർജിയായിട്ട്, എത്ര കൊണ്ടും മടുക്കില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം അവരകലം പോയാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഈ ജന്മം അവരിൽ നിന്നും എടുത്തു മാറ്റില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങളെ കാണുന്നു എന്നുള്ളതും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്, ഇതെല്ലാം അവരൊരു അത്ഭുതം പോലെ നോക്കി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു ഒരു ടീച്ചർ എനർജിയാണ്. അതായത് ഒരുപാട് മനസ്സിലാക്കാനും പഠിക്കാനും മറ്റു പലർക്കും നിങ്ങളെ കണ്ടു പഠിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു അബണ്ടൻസ് ആണ് നിങ്ങൾ കേട്ടോ. ഒരു ഹെൽത്ത്, വെൽത്ത്, അതുപോലെ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതെല്ലാം അവർ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വളരെ ഡിസിപ്ലിനോട് കൂടിയും വളരെ റെസ്പെക്റ്റോട് കൂടിയും തന്നെയാണ് നിങ്ങളെ അവർ കാണുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും സെപ്പറേഷൻ എനർജി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ ഒരു പക്ഷേ എവിടേക്കോ ഒരു സമയത്തെ കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ബേസ് ചെയ്താവാം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു സെപ്പറേഷൻ ഉണ്ട്, ഒരു ഒറ്റപ്പെടൽ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം, നോ കോണ്ടാക്റ്റ് എനർജി ആയിരിക്കാം. അതായത് ഒരു രീതിയിലും നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവരതിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനിങ്ങിനെയൊക്കെ കണക്റ്റ് ചെയ്താവാം നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും നിങ്ങളും നിങ്ങളിൽ നിന്നും അവരും ഒരു സെപ്പറേഷനിലേക്ക് പോയിരിക്കുന്നത്. പ്ലസ് കറൻ്റ്ലി നിങ്ങൾക്ക് സെപ്പറേഷൻ്റെ ഒരു യോഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു യോഗവും കാണുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ചില സത്യങ്ങളെ മനസ്സിലാക്കാൻ, ചിലരെ മനസ്സിലാക്കാൻ, നമ്മൾ പറയില്ലേ അകന്ന് നിൽക്കുമ്പോഴാണ് സ്നേഹം കൂടുതൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു, ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ, നിങ്ങൾക്കിടയിലെ ഒരു സ്റ്റക്നെസ് തന്നെയാണ് നിങ്ങളുടെ വില അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതും നിങ്ങൾ ആരായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നതും കേട്ടോ. അപ്പോൾ ശരിക്കും നിരാശയാണ്, മനസ്സ് എപ്പോഴും ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരികയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാതെയും നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള ചില റോങ് സമയങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ, കോൺഫ്ലിക്റ്റുകൾ, ഇതെല്ലാം അവർ ആവർത്തിച്ച് ചിന്തിച്ച് വല്ലാതെ വേദനിക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചതുപോലുള്ളൊരു ഫീലിങ്സ്, ഒരു ഒറ്റപ്പെടൽ, എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തൊരു ഫീലിങ്സ് ഒക്കെയാണ് അവർ ഈ കറൻ്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുന്നിൽ സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ചിന്തയിലോ അവർക്കിടെ മുന്നിലോ അവർക്കൊന്നും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ, വല്ലാതെ ഒരു ട്രാജഡി എനർജി, വല്ലാത്ത ഒരു ഭീതി, ഒരു ഇരുണ്ട സിറ്റുവേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിനെ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം കേട്ടോ. നിങ്ങൾ ഇവരുടെ എല്ലാ കുറവുകളെയും മറന്ന് ഇവരുടെ പിന്നാലെ നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ലോസ് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. എപ്പോഴും നിങ്ങൾക്ക് നിരാശയും ദുഃഖവും മാത്രം സമ്മാനിച്ചിട്ടുള്ള എനർജിയും ആവാം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളെ കാണുന്നത് 2 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് കേട്ടോ. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അവർ നിങ്ങളിലേക്ക്, നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നതായിട്ട്, ഒരു തിരിച്ചു വരവിന് അല്ലെങ്കിൽ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റുമെന്നുള്ള ഒരു കാത്തിരിപ്പിൻ്റെ പ്രസൻസ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആഴത്തിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ്, ആഴത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എനർജിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും അവരും തമ്മിൽ ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എല്ലാം മറന്നിട്ടുള്ള, അതായത് പിന്നീട് നിങ്ങൾക്കിടയിൽ ഇനി തർക്കങ്ങളോ പ്രശ്നങ്ങളോ കുറവുകളോ ഒന്നും ഉണ്ടാകില്ല, അത്രത്തോളം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.
അത്രത്തോളം നഷ്ടബോധവും നിരാശയും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് സെപ്പറേഷൻ എനർജിയിലുള്ളവർക്ക്. അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് കൂടുതൽ അവരിനെ അടുക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആഴം, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ പൂർണ്ണത ഇതെല്ലാം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. 9 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വിധിയുടെ ചില സമയം, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് ഈ ഒരു എനർജിയിൽ ഒരു ആക്ഷൻ ഇല്ലാതെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. തടസ്സങ്ങളുണ്ട്, അതായത് ഒന്നിലധികം പ്രശ്നങ്ങളെയും ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിടയിലോ ആ വ്യക്തിക്കിടയിലോ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, തീർത്താൽ തീരാത്ത ചില ഉത്തരവാദിത്തങ്ങളിലും കുടുങ്ങി നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പോൾ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാതെ, ഇമോഷൻസ് ഉണ്ടെങ്കിലും അതിനെ ഹൈഡ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. ചിലത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ചില നഷ്ടങ്ങൾ, ചില സമയങ്ങളിലുള്ള നിങ്ങളുടെ മനസ്സിനകത്തോടെ കടന്നു പോകുന്ന നിരാശാജനകമാകുന്ന സിറ്റുവേഷൻസുകൾ, ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ കർമ്മ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നല്ലൊരു കംഫർട്ട് സോണിലൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു പോസിറ്റീവായ സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു അസംതൃപ്തിയാണ്. ഈ ഒരു അസംതൃപ്തിയുടെ കാരണമെന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളോടൊപ്പം അവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ലൈഫ് സിറ്റുവേഷൻസിൽ. നിങ്ങളോട് ഒരുമിച്ച് ചിലരെ സംബന്ധിച്ചൊരു വിവാഹമൊക്കെ വേണം, വിവാഹ ജീവിതത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചവരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമത് കിട്ടിയ ഒരു അവസരമാണ്, രണ്ടാമത് വീണ് കിട്ടിയ ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ സാന്നിധ്യം എന്നുള്ളത് ചിന്തിച്ച് അതിനെ എന്നേക്കും ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച സമയങ്ങളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുമ്പോഴും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇടേണ്ടി വന്ന സാഹചര്യം, മറ്റാരുടെയൊക്കെയോ ഫോക്കസിങ്, മറ്റാരുടെയൊക്കെയോ പ്രസൻസ് കാരണം നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ എതിർത്ത് പെരുമാറേണ്ടി വരിക, നിങ്ങളോട് മാറി നിൽക്കാൻ പറയേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ബന്ധത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം ഈ വ്യക്തിയെ കറൻറ്റ്ലി ചിന്തിക്കുമ്പം അവരിപ്പോൾ ഒരു സേഫായ ഒരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിലും അവരെ നിങ്ങളെയും തമ്മിലുള്ള ഈ റിലേഷനിലുണ്ടായ പ്രോബ്ലംസുകൾ, മറ്റുള്ളവരുടെ പ്രസൻസിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തിനെയൊക്കെയോ ഭയപ്പെട്ടതിൻ്റെ ഫലമായിട്ടോ നിങ്ങൾക്കിടയിൽ വന്ന പ്രശ്നങ്ങളെ ഓർത്ത് അവർക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു സ്തംഭന അവസ്ഥ, അതുമല്ലെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ചുറ്റുമുണ്ടായിട്ടും ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു നിരാശ. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും ഇവർ തന്നെയാണ് ഇറങ്ങിപ്പോയത്. സെപ്പറേഷനിലേക്ക് നിൽക്കുന്ന, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അകലം പാലിച്ച് നിൽക്കുന്ന വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ അകന്നു പോയതായിട്ടാണ്. നിങ്ങളോട് ഒരു പൂർണ്ണതയില്ല, എനിക്ക് റിലേഷനിൽ സംതൃപ്തിയില്ല, ഞാൻ ഈ ബന്ധത്തിൽ നിന്നും ഈ ബന്ധം അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണലി കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള അതൊരു റിസ്ക് പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും പുറത്ത് കടന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എനർജി എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ട് ശക്തമായി വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം, മറ്റുള്ളവരുടെ പേര് നിങ്ങളുടെ റിലേഷനിലേക്ക്, മറ്റാരുടെയെങ്കിലൊക്കെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വലിച്ചിഴച്ച സിറ്റുവേഷൻസ് കാണുന്നുണ്ട്, വലിച്ചിട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇപ്പം ചിന്തിക്കുമ്പം അവർക്ക് കുറ്റബോധം തോന്നുന്നു. ഒരു പക്ഷേ അപ്പോഴത്തെ ആ ഒരു നിലനിൽപ്പിനോ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം മറ്റു പല കാര്യങ്ങളോ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വലിച്ചിട്ടത്. പക്ഷേ ഇപ്പം അവരതെല്ലാം ചിന്തിക്കുമ്പം അവർക്ക് കുറ്റബോധവും നിരാശയും ഒരു എന്താ പറയുക, ഒരു
വല്ലാതെ ഒരു മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സ്തംഭന അവസ്ഥയും അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് അവർ പറഞ്ഞു തീർത്തത് നിങ്ങളുടെ പൊസസീവ്നെസ് ആണ് കേട്ടോ. അവർ ഈ റിലേഷനിൽ കൂടുതൽ എഫേർട്ടൊന്നും എടുക്കാതെ തന്നെയാണ് നിന്നത്. ശരിക്കും ഇതൊരു കാർമിക് സമയമുണ്ടായിരുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ, പരാജയത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, നിരാശയുടെ, അതുപോലെ തന്നെ പോസിറ്റീവായ പല കാര്യങ്ങളെയും നെഗറ്റീവായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഈ ഒരു റിലേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഈ ബന്ധത്തിനകത്ത് സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അകലം ഉണ്ടാവാനുണ്ടായ കാരണം. ശരിക്കും ഈ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുമ്പം പറയാൻ പറ്റുന്ന അവരുടെ ആ ഒരു ചിന്തകളിലേക്ക് നോക്കുമ്പം നല്ലൊരു പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു ഈ ഒരു റിലേഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. വളരെ പോസിറ്റീവും ഊർജ്ജസ്വലതയും ഫീൽ ചെയ്യുമ്പോഴും ഈ ഒരു റിലേഷനിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതല്ലെങ്കിൽ അസ്വസ്ഥമാകുന്ന സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്താണെങ്കിലും അതിൻ്റെ മെയിൻ കാരണം കാർമിക്കായിരുന്നു കേട്ടോ. അതായത് കർമ്മ ബേസിൽ വന്ന ബന്ധമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങളെ കുറച്ച് പരീക്ഷിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഉള്ള ബന്ധമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയിലൂടെ കടന്നുപോയി ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തി ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചതും അവരെപ്പോഴും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ ശക്തമായി പ്രതിഷേധിച്ചതും നിങ്ങളെപ്പോഴും പൊസസീവ്നെസ്, ഈ വ്യക്തിയെ മുറുകെ പിടിക്കുന്നു, അവർക്ക് ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ചിന്ത അവരിൽ ഓൾറെഡി കണക്റ്റഡുമായിരുന്നു. അത് നിങ്ങളുടെ തലയ്ക്ക് മേളിൽ അവർ വെച്ച് നിങ്ങൾ അങ്ങനെയാണ്, അവർക്ക് ഒരു അസ്വസ്ഥമാണ് ഈ ബന്ധമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു സെപ്പറേഷൻ ടൈമിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു അകലം വന്നപ്പം അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ അവരുടെ ഫ്രീഡത്തിൽ കൈ കടത്തിയിട്ടില്ലായിരുന്നു എന്ന്. നിങ്ങൾക്ക് അവർക്ക് ഈ ഒരു പേഴ്സണ് ശരിക്കും വാല്യൂ ലഭിച്ചത് ടോട്ടലി നോക്കുമ്പോൾ മറ്റെല്ലാ ബന്ധങ്ങളിലേക്കാൾ കൂടുതൽ നിങ്ങളിൽ നിന്ന് തന്നെ ആയിരുന്നു. ശരിക്കും നിങ്ങൾ ഈ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, ഒരു പ്രാർത്ഥന, ഒരു നീതി വേണം എന്നുള്ളതും അവരുടെ ഈഗോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ഒരു ശക്തമാകുന്ന ദേഷ്യം അല്ലെങ്കിൽ പ്രതിഷേധം, അതെല്ലാം വളരെ ശക്തമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു എനർജിയാണ്. അതായത് അവരുടെ എപ്പോഴും ഉള്ളൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവർ ചെറുതാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു തോട്ട്സ് അവരിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് കേട്ടോ. അവരെപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പം നിങ്ങൾ ശരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർക്കൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. മാത്രവുമല്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരോട് ചേർന്ന് നിൽക്കുന്ന സമയങ്ങളിൽ പോലും അവർക്കും പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളുമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചതെന്നുള്ളതും എല്ലാം ഇപ്പോൾ അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെ, നിങ്ങളുടെ സിറ്റുവേഷൻസ് എങ്ങനെ എന്നൊക്കെ ഉള്ളതും അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥാനം നിങ്ങൾക്ക് നൽകണമായിരുന്നു എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ അവരൊരു ബൗണ്ടറി ഇട്ടതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്, കുറ്റബോധമാണ് എന്നുള്ളതും വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ബന്ധം തകർച്ചയിലാണ്. ഇനി ഇതിനെ തിരിച്ചു പിടിക്കുക എന്നത് ബുദ്ധിമുട്ടാണോ എന്നുള്ളൊരു ചിന്തയും മറ്റുള്ളവർ ഇനി ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആകുമോ എന്നുള്ളതെല്ലാം അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുമ്പോൾ ഒരു ബർഡൻ ഫീലിങ്സ് ആണ്, വല്ലാത്തൊരു ഭാരം ചുമക്കുന്ന അവസ്ഥയായിട്ടാണ് അവർ കാണുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു ഭാരം, പ്രശ്നങ്ങൾ ഒക്കെ നിറഞ്ഞ ഒന്നായിട്ടാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ കടന്നു പോകുന്നത് കേട്ടോ. അവരുടെ ലൈഫിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഴ്ചകളാണ്, നഷ്ടങ്ങളാണ്. അവരേതോ ഒരു പടുകുഴിയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലെല്ലാം അവർ ചിന്തിക്കുന്നത് മറ്റു പ്രശ്നങ്ങൾ, അവർ പ്രതീക്ഷിച്ച് കൂടെ നിർത്തിയവരെല്ലാം അവരോട് ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരവസ്ഥയും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയും, അതുപോലെ ഇവർക്ക് ചുമക്കാൻ വയ്യാത്ത, ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുക ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭാരങ്ങളാണ് ഇവരുടെ തലയ്ക്ക് മീതെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അവർ ശരിക്കും തളർന്ന ഒരു അവസ്ഥയായിട്ടും തന്നെ കാണുന്നുണ്ട്. എന്താണേലും അവർക്ക് നിങ്ങളോടുള്ളതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. കാരണം അവർ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളോട് അവർ സ്നേഹം കാണിക്കാതെ അത് ഹൈഡ് ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ളത് അവർക്ക് ആ ഒരു ബോധം വെച്ച് കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ്
കാണുന്നത്. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ കാത്തിരിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ ശക്തവും പ്രാധാന്യവും ഉള്ളതായിരുന്നു എന്നുള്ളതും, നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹവും നിങ്ങളോട് വളരെയധികം ഒരു അടുപ്പവുമൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തിയതിൽ വളരെ ശക്തമായ കുറ്റബോധവും അനുഭവിക്കുന്നുണ്ട്. അവരും മനസ്സിലാക്കുന്നു കർമ്മ സമയം, അതായത് ശരിയും തെറ്റും ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ കണ്ണ് കെട്ടിക്കളഞ്ഞ പോലുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി. അതെല്ലാം ഒരു വിധി ആയിരുന്നു എന്ന് അവർ സ്വയം ഇപ്പം മനസ്സിനെ സമാധാനപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസുമാണ്. ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, ഒരു ചഞ്ചലിപ്പ് എനർജിയാണ്. എന്താണ് ഇനി വരാൻ പോകുന്നത്, ഞാൻ എന്താണ് ഇനി നേടാൻ പോകുന്നത്, എൻ്റെ മുന്നിൽ ഇനി എന്താണ് സംഭവിക്കുക, എൻ്റെ ലൈഫിൽ ഇനി എന്തൊക്കെയാണ് ഞാൻ നേരിടേണ്ടതെന്നുള്ള ഒരു ആദ്യം അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഒരു മിറാക്കിളാണ്. മിറാക്കിൾ മീൻസ് റീയൂണിയൻ തന്നെയാണ് കേട്ടോ. നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ബാലൻസ്ഡ് ആകണം, അതായത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. അതിന് പറ്റിയ ഒരു പേഴ്സൻ്റെ പ്രസൻസ്, ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ സാന്നിധ്യം നിങ്ങളെ കൂട്ടിച്ചേർക്കാനുണ്ടാവും കേട്ടോ. നിങ്ങളുടെ സെപ്പറേഷൻ, അതായത് ഫാമിലി പരമായിട്ടൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് 100% നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ടാകും. ഒരു പക്ഷേ ഒരു നല്ലൊരു സ്ട്രോങ് ആയ, നല്ലൊരു പവർഫുള്ളായ ഒരു ലേഡി പ്രസൻസ് ആവാം. അതല്ലെങ്കിൽ ഒരു മദർ എനർജിയുടെ അതേ സാന്നിധ്യമുള്ളൊരു ലേഡിയുടെ എനർജി ആവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്ന പരിഹാരമായിട്ട് നിങ്ങളെ ചേർത്ത് നിർത്താൻ ഉണ്ടാകുമെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. ആ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും. തീർച്ചയായിട്ടും റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ജീവിത യാത്രയിൽ അവർക്ക് തെറ്റും ശരിയും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു. അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞു കേട്ടോ. നിങ്ങളില്ലാതെ അവർക്കിനി പറ്റില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്.